എന്താ ഇനിയിപ്പാ ചൂണ്ടിലിടല്ലാവും. എന്നിട്ട് കിട്ടിയാ എന്താ പറയ അപ്പൊ മൂത്ത താത്ത കൊണ്ടേ കൂട്ടലേ അപ്പൊ ഓളതിന് ചാടിക്കാനൊക്കെ പൈസ കൊടുക്കും. അപ്പൊ ചെക്കന്മാരെ താളം കണ്ട് അപ്പൊ എന്ന് പോയിട്ടും അവിടെ അവധിയായി. പിന്നെ അവിടെ വേണ്ടാതായി. ഇങ്ങനെ മീൻ കിട്ടിച്ച് മീൻ കിട്ടി നോക്കി ലാസ്റ്റ് മീൻ എന്തോ ചർപ്പിച്ചത്ര. ഈ മീൻ തന്നെ ഇങ്ങനെ സ്മെല്ലിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മീനൊന്നുമില്ല. അപ്പൊ പിന്നെ അതവിടെ വന്നായി. അപ്പൊ ഓള് പറഞ്ഞു വേണ്ട, നോക്കി മീൻ കൊട്ടിട്ട് ഒരു ചർച്ചയൊക്കെ കൊടുത്തിട്ട് ഇനി എന്താ അറിയില്ല, ദഹനക്കട അല്ലെങ്കിൽ വല്ല ഗ്യാസിന്റെ പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അങ്ങനെ ചെക്കന്മാരിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇനിയിപ്പൊ എങ്ങനെ വരുമാനം ഉണ്ടാക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ പനം പഠിച്ച ആരെങ്കിലും ഉണ്ടാവില്ല, ഓരോക്കെ വിളിച്ചു നോക്കി. ഞാൻ പറഞ്ഞു പനം പഠിച്ചവരൊക്കെ ഉണ്ട്, ഓരൊക്കെ ഗൾഫിലൊക്കെ അത് സലാം പറഞ്ഞു വേണം. അപ്പൊ ഓനക്ക് അടിച്ചു നോക്കി, ഓൻ കിട്ടുന്നില്ല. അപ്പൊ എന്റെ സ്നേഹിതന്റെ കല്ലൂരല്ലേ, ഓനക്ക് അടിച്ചു നോക്കി എന്നാലും മീൻ വേണം തന്നെ. ഓനക്ക് പൈസ പഠിക്കാൻ പറ്റും, നമ്മുടെ സ്നേഹിതനല്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഈ കുട്ടികൾക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടുന്നല്ലേ എന്റെ അമ്മക്ക്. അപ്പൊ ഉമ്മ രണ്ടാമത്തെ പെങ്ങൾക്ക് വിളിച്ചു ചോദിച്ചു. ഒരു ദിവസം പെങ്ങൾ വിളിച്ചു പറഞ്ഞു അളിയനക്ക് ഇത് നല്ല ഇഷ്ടമാണ്, അപ്പൊ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ട്. അപ്പൊ 2 ദിവസം മുന്നേ അപ്പൊ കിട്ടിയില്ല, പിന്നെ ബിജിനും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ ഇനി പെങ്ങളെ മോൻ അടുത്ത മാസം പോകും. അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. ഇൻഷാല്ലാ ശരിയായിട്ടില്ല, ശരിയായ അടുത്ത മാസം പോകും. ഭർത്താവിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാനില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ തെറ്റാണ് അടുത്ത മാസം പോകുന്നു. ഇൻഷാല്ലാന്നാ പറയട്ടെ. അള്ളാഹു തീരുമാനിക്കുമ്പോൾ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ പെങ്ങള് ഉമ്മ വിളിച്ചു ചോദിച്ചു, ഏടി ഇങ്ങനെ കുട്ടികളും മീൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യാറുണ്ട്. പെങ്ങൾ ഇതേമാതിരി കൂട്ടിണ്ടാവും. രണ്ടാമത്തെ പെങ്ങള് ഓർക്കും ചടപ്പായി. അപ്പൊ പെങ്ങളെ മോനുണ്ട്, ഓൻ കൂട്ടും മീന്. അപ്പൊ ഓള് പറഞ്ഞു ഇന്നങ്ങോട്ട് മീൻ കൊണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു 10-15 മീൻ ഉണ്ട്. അപ്പൊ ഓള് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഓനോട് മീൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലെ ഓളുണ്ട് വരാറ്. അപ്പൊ എന്റെ രണ്ടാമത്തെ വേണ്ട വേണ്ട നമുക്ക് മാമീൻ്റെ അങ്ങോട്ട് പോകാറ്. അപ്പൊ ഓൻ കുട്ടികളല്ലേ, കുട്ടികളെ. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ കുറച്ചും കൂടി മീൻ പിടിച്ചിട്ട് അത് കൊണ്ടുവരാൻ വിചാരിക്കുന്നു. മീൻ ഇതിലിപ്പോ 2 ഉള്ളൂ. അവിടെ കുറച്ചവിടെ ഉണ്ട്. പെങ്ങളവിടെ മീൻ പിടിച്ചിരുന്നു കുറച്ച് മീന്. ഇതിലിപ്പോ 2 ഉള്ളൂ. ഇനിയിപ്പോ ഞാനേ ഇവിടുന്ന് കിട്ടുമോ നോക്കട്ടെ. ഇവിടുന്ന് കൊത്തുണ്ടോ നോക്കട്ടെ. ഇതെന്താ എല്ലാരോടും ഇത് നമ്മളെ ഒരു വളപ്പാണ്. അതൊക്കെ എന്റെ പറമ്പല്ലേ, എല്ലാരും ഉമ്മാന്റെ അങ്ങോട്ട് അത് വരല്ലേ. ഇത് വളപ്പാണ്. വളപ്പം വളപ്പാകുമ്പോ മണ്ണിട്ട് തൂർത്തിട്ടൊന്നുമില്ല. മഴ ഇതിലെങ്കിൽ മൊത്തം ഇവിടെ വെള്ളം നിൽക്കും. അപ്പൊ ഇത് തോന്നെ വീണ്ടല്ലോ, നല്ല വെള്ളം വറ്റിച്ച് പിടിക്കലുണ്ട്. അവിടെ ഇവിടെ ഇതിലൊക്കെ അക്കരെ പച്ച തോന്നുന്നു, അക്കരെ പച്ച തോന്നുന്നു. അപ്പൊ എവിടെയും ഉറച്ചു വെക്കാൻ ഞാൻ അവിടെ കുറെ പോയി നോക്കി. 2 എവിടെ പറ്റി? 2 ആ കുഴി പറ്റി തന്നെ. ബാക്കിയുള്ള അവിടെ ഉണ്ടോ? ഒന്നാ കുഴി അവിടെ ഉണ്ടാ ബാക്കി ഉണ്ടാന്നല്ല, കൊത്തുന്നില്ല. എന്തായാലും പൊന്തൊക്കെ വൃത്തിയാക്കിയാവും അല്ലേ. ഇത് ചേമ്പൊക്കെ ഞാൻ വൃത്തിയാക്കിയല്ല, അതിന്റെ മൂത്തമ്മ വന്നിട്ട് വൃത്തിയാക്കിയതാണ്. ആ കാണുന്ന അനീഫാന്റെ വീട്, കിണറ് ഇതാ പരിസരമാണ്. വീടിന്റെ ബാക്ക് ഭാഗട്ടത്. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് എനിക്ക് ഇന്ന് എന്തായിരുന്നു പരിപാടി? രാവിലെ ശരി. ഇപ്പൊ ഡോളർ കുറഞ്ഞതില്ല കയറുന്നിട്ടതുകൊണ്ടാണ്. ഒന്നാമത്തെ എന്താ പറയാ, ഇംഗ്ലീഷില് അല്ല എന്റെ ഇതില് മാത്രമേ വരുന്നുള്ളൂ. എന്റെ മൊബൈലോ ഞാൻ വേറെ എന്തെങ്കിലും നോക്കിയപ്പോ അതിലൊന്നും അങ്ങനെ ചില മലയാളമാണ്. അപ്പൊ ഇതിലൊന്ന് കമന്റ് അടിച്ചോട്ടെ ആർക്കൊക്കെ. ഷൂട്ട് ചെയ്യുന്നത് എന്റെ ഫോണിലാണ്, എന്റെ ഫോണിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എന്റെ വേറെ ഫോണിനെ കാണുന്നത്, ഞാനും അതുമായിട്ട് ഒരു ബന്ധമില്ല. അല്ല വേറെ ഞാൻ ഇന്നലെ നോക്കിയപ്പോ അതിൽ മലയാളം കാണിക്കണേ. ഞാൻ എന്റെ സ്വന്തം ഞാൻ അക്കൗണ്ട് ആണെങ്കിൽ എന്റെ പ്രശ്നമാവുള്ളൂ. ഇതിപ്പോ എന്റെ അക്കൗണ്ട് അതിനെടുക്കുന്നത്, അത് കാരണത്താൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെല്ലാം പറഞ്ഞു. വേറെ ഞാൻ നോക്കിയപ്പോ മലയാളമാണ്. കോയാന്റെ മൊബൈലിൽ നോക്കിയപ്പോ അങ്ങനെ കാണിച്ചേ. കോയാന്റെ നമ്മളെ അന്നേരം കണ്ടിരുന്നു. അപ്പൊ അതിൽ നോക്കിയപ്പോ മലയാളം കാണിച്ചേ.
എന്തായാലും ടൈറ്റിൽ ഇതിൽ ഞങ്ങൾ ആരൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. ടൈറ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് മലയാളത്തിലാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. വീഡിയോ സംഭാഷണമല്ല, അതിൻ്റെ ടൈറ്റിൽ എഴുതണത് മലയാളത്തിൽ കാണിക്കണില്ല. എന്നാൽ എത്ര മതി, ഞാൻ പോട്ടെന്നാ. ആ വന്നിട്ട് എന്തായാലും ഒരു മീൻ പിടിച്ച് കാണിക്കണം എന്ന് വിചാരിച്ച് മീൻ കിട്ടണമെന്നില്ല. എന്നാ പിന്നെ കാണിക്കാം. എന്നായിക്കോട്ടെ. അപ്പൊ നമുക്ക് നാളെ അടിച്ചൊളിച്ച് വീഴടിച്ച് വരാം. അച്ഛപ്പൊക്കെ പറയും, നിങ്ങൾ കാണും സപ്പോർട്ടൊക്കെ എത്രമാത്രം പറയാനാവും കേട്ടോ.